നമസ്കാരം. ഒടുവിൽ UDF-ൽ PV അൻവറിന് മുന്നിലുണ്ടായിരുന്ന ഏക തടസ്സവും മഞ്ഞുരുകും പോലെ മാറിയിരിക്കുന്നു. VD സതീശൻ ഒടുവിൽ കനിഞ്ഞു. PV അൻവറിൻ്റെ UDF പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്. എന്നിട്ടൊരു വാക്കുകൂടി, കണ്ണക്കം നിറഞ്ഞാണ് സതീശൻ അത് പറഞ്ഞത്. അതിൽ തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന്. ഇങ്ങനെ അല്ലായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ ഒക്ടോബർ 21-ന് അൻവറിനെ പറ്റി സതീശൻ പറഞ്ഞത്. അതൊന്ന് കണ്ടുവെക്കാം. ഇല്ലില്ല, ഇത് വെറുതെ ഉണ്ടാക്കിയ ഊതി വീർപ്പിച്ച വാർത്തകളാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഞങ്ങളെ അവർ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഞങ്ങളെ ബന്ധപ്പെടാം? നിങ്ങൾ 2 സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഞങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത്? നിങ്ങൾ 2 സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ പിൻവലിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിൻവലിപ്പിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണ. അത്ര തമാശയൊന്നും പറയരുത്. എനിക്ക് അദ്ദേഹത്തോടുള്ള മറുപടി, ഇത്തരം തമാശകളൊന്നും പറയരുത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു നിലപാടുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണ്ടേ? അല്ലാതെ ഞങ്ങൾ UDF ഇത്തരം കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ചർച്ച നടത്തിയിട്ടില്ല. ഇന്ന് ഒരുപാട് മാധ്യമങ്ങൾ കണ്ടു. ഇന്നലെ KPCC യോഗത്തിൽ, KPCC യോഗത്തിൽ ഈ പേര് പോലും പറഞ്ഞിട്ടില്ല. KPCC യോഗത്തിൽ ഞങ്ങൾ ഇന്നലെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാർ, MP-മാർ, MLA-മാർ എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങൾ ജോലി 3 നിയോജകമണ്ഡലത്തിൽ ചാർജ് ഇടം വെച്ചു കൊടുത്തു. പ്രസിഡന്റ് അത് പ്രഖ്യാപിച്ചു. അല്ലാതെ ഈ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് സ്വയം തോന്നിയതാണ്. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പിൻവലിക്കും. KPCC പ്രസിഡന്റ് പറഞ്ഞ പോലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായും കേരളത്തിലെ ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. ഞങ്ങൾ 2 വർഷമായിട്ട് പറയണ കാര്യങ്ങൾ. ഒന്ന്, BJP ആയിട്ടുള്ള അവിഹിത ബന്ധം CPM-നുണ്ട്. 2, ഇത് ദുർഭരണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസാണ് ഭരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ എന്തിനാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത്രയല്ല, സിമ്പിൾ. അത് ഞങ്ങൾക്ക് ഇനി പിൻവലിച്ചാലും കുഴപ്പമില്ല, പിൻവലിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സ്വാഭാവികമാണെന്നും തനിക്കെതിരെ അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായിയാണെന്നും സതീശൻ പറയുന്നു. അതേ പിണറായിക്കെതിരെ ഇപ്പോൾ അൻവർ രംഗത്തെത്തിയിരിക്കുന്നു. അൻവറിനെ കൊണ്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയൻ തന്നെയാണ്. അതേ പിണറായി വിജയനെ പറ്റി അൻവർ ഇനി ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നത്. നീതി എന്ന് ഞാൻ പറയാറുള്ളത് സാധാരണ അത് സംഭവിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രസക്തിയില്ല. രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും. എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ആ കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. തീരുമാനം എടുത്തിട്ടില്ല, ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ സതീശൻ പറയുന്ന മറ്റു ചില കാര്യങ്ങളിൽ കാര്യമുണ്ട്. അത് ചാനലുകൾക്കിട്ടാണ്. ഓരോ ചാനലുകളും ഓരോ ദിവസവും ഓരോരുത്തരെ സ്വന്തം ഇഷ്ടപ്രകാരം UDF-ലേക്ക് എടുക്കുകയാണ്. ഒരു ദിവസം അൻവറിനെയും, ഒരു ദിവസം ജമാഅത്ത് ഇസ്ലാമിയെയും, ഒരു ദിവസം അവർ ജോസ് കെ മാണിയെയും UDF-ലേക്ക് എടുത്തു. അതെങ്കിലും തീരുമാനിക്കുന്ന ഒരു അവകാശവും ഉത്തരവാദിത്വവും ഒക്കെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചത്. അങ്ങനെ ചാനലുകൾക്കും സതീശൻ വയറ് നിറച്ച് തന്നെ കൊടുത്തു. പിന്നെ ഓരോ ചാനലുകൾ ഓരോരുത്തരെ ഓരോ ദിവസം എടുക്കുകയാണ്. UDF-ലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന നടത്തി. ഒരു ദിവസം അൻവറിനെ UDF-ൽ എടുത്തു, ഒരു ദിവസം ജമാഅത്ത് ഇസ്ലാമി എടുത്തു, ഒരു ദിവസം ജോസ് കെ മാണി എടുത്തു. അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലല്ല, അതൊന്നുമല്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തരെ എടുത്തുകൊണ്ടിരിക്കുക. UDF-ലേക്ക് നിങ്ങൾ എഴുതുകയാണ്. എന്നിട്ട് എന്നോട് വന്ന് ഉച്ചയ്ക്ക് ചോദിക്കുക എന്തായിരുന്നു.